വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ചങ്ങങ്കരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. ഇതിൽ അതായത് ഫോട്ടോഷൂട്ടിനും അതായത് നല്ല കാഴ്ചകൾ കാണാനും പറ്റിയ നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമ്മൾ വീട്ടിലിരിക്കുന്ന സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റൂട്ട് വരാൻ പറ്റും. പക്ഷെ ഭയങ്കര കാറ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ക്യാമറ കൂടെ സംസാരിക്കുമ്പോൾ നല്ല കാറ്റിൻ്റെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. എൻ്റെ കുഴപ്പമല്ല, ക്യാമറയുടെ കുഴപ്പമാണ്. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നീളത്തിൽ കിടക്കുന്ന പാടം കണ്ടോ, ഇഷ്ടം പോലുണ്ട് കേട്ടോ. ഞാൻ ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം മഴ പെയ്തപ്പോൾ ഈ റോഡിൽ വെള്ളം കയറി കാണുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമായിരുന്നു എൻ്റെ മുന്നിൽ. അത് കണ്ടോണ്ടാണ് ഞാൻ ഇറങ്ങിയത്. കാരണം രാവിലെ എനിക്കിന്ന് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. രാവിലത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഓർത്തിന്ന് നനഞ്ഞ് കുളിച്ചിരിക്കണമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എന്നാൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കണ്ടല്ലോ, വെറുതെ നമുക്ക് റൂമിൽ കിടന്ന് ഉറങ്ങാനെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. കുറെ കഴിഞ്ഞത്തേക്കിനുണ്ട് ഭയങ്കര മെയിൽ കേട്ടോ, ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ ഫിഫ കണ്ടോ, ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. ഫാമിലി റെസ്റ്റോറൻ്റാണ്, കള്ള് എല്ലാ സാധനങ്ങളും ഞാനിവിടെ കയറി കഴിച്ചിട്ടുണ്ട്. ആണത്. ഇനിയും വേറെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ. നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. ഞാനീ പോകുന്ന ശരിക്കും സ്ഥലത്തിൻ്റെ പേര് ചമ്പക്കുളം എന്നാണ്. അപ്പം പതുക്കെ ചമ്പക്കുളത്തോട്ട് ഞാൻ തിരിഞ്ഞു കേട്ടോ. ചങ്ങങ്കരിന്ന് ഞാൻ തിരിഞ്ഞു കേട്ടോ. അവിടെ നേരെ നമ്മുടെ ചമ്പക്കുളം റൂട്ട് കയറിയിട്ടുണ്ട്. കാരണം ഫുള്ള് പച്ചപ്പും പാടവും ഉള്ളൊരു സ്ഥലമാണ്. എൻ്റെ പ്രതീക്ഷ ഒന്നുമല്ല കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ വെള്ളം കയറി, കാരണം ഇത്രയും മഴ പെയ്തുണ്ട്. വെള്ളം കയറി എന്നുള്ള ഒറ്റ പ്രതീക്ഷയായിരുന്നു എൻ്റെ മുന്നിൽ. ഞാനന്ന് ഓർത്തുന്ന വെള്ളത്തിൽ കൂടെ റൈഡ് നടത്താലോ എന്നുള്ള പ്ലാനിങ് ഒക്കെയായിരുന്നു. ഇവിടെയൊക്കെ ജീവിക്കുന്നവരുടെ അവസ്ഥ ഭയങ്കര തന്നെ കേട്ടോ. കാര്യമുണ്ട്, ഇവർക്കിതൊരു ശീലമാണ്. ഇത് കൊയ്ത്ത് കഴിഞ്ഞ ഈ സീൻ നിങ്ങൾ കണ്ടോ, എന്നാ അടിപൊളിയല്ലേ. അവിടെയൊക്കെ തുരുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ചേച്ചിമാരൊക്കെ ഇതുണ്ട്. എനിക്കത് ഞാറ് നടുവാണോ അതോ എന്ത് സംഭവം എന്ന് അറിയത്തില്ലല്ലോ. നമുക്ക് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടേ എന്തോ സംഭവം എന്നൊന്നും ഒരു പിടുത്തമില്ല. മഴയത്ത് ഇറങ്ങി ജോലി ചെയ്യുന്നുണ്ടല്ലോ. മഴ പെയ്യുമ്പോൾ കയറുമായിരിക്കും ഓർത്തില്ല. അത് കണ്ടോ, അതും വേറൊരു ഷാപ്പാണ് കേട്ടോ. െ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു പ്രത്യേകതരം ഭംഗി തന്നെ. അതായത് ആലപ്പുഴയിലെ കുട്ടനാടെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള റോഡുണ്ടല്ലോ, ആ വഴിയൊക്കെ എങ്ങോട്ടാണെന്ന് ഒരു പിടുത്തമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഉള്ളേരിയകളിലൊക്കെ പോകുമ്പോഴേ ഉള്ളൂ കാണാൻ രസം. നമ്മളെപ്പോഴും ആലപ്പുഴ ബീച്ച് അങ്ങനെ അല്ലാതെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. കണ്ടോ, ആ കണ്ടത്തിൻ്റെ നടുക്കൂടൊക്കെ ഉള്ള വഴികൾ കാണുമ്പോൾ എന്തോ രസമാണ്. ഈ വീട്ടിലൊക്കെ വെള്ളം കയറുമ്പോഴുള്ള അവസ്ഥയൊന്നും ആലോചിച്ചല്ലേ. ഇവർക്കെല്ലാം ശീലമോ ഈ വെള്ളത്തിക്കളി, ഇവർക്ക് ഒരു വിഷയമില്ല. അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ കരീസ്മ കുട്ടിയെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് കണ്ട് പോകാമല്ലോ നമുക്ക്. ഉയർ പോയാൽ എന്തിരിപ്പൂ
ഇതാണ് നമ്മുടെ ചമ്പക്കുളം കേട്ടോ. ഇത് നമ്മുടെ ഇവിടൊക്കെ ബസ് വന്ന് നിറച്ച് തിരിച്ചു പോകുന്ന ഒരു ഏരിയ കേട്ടോ. ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവിടെ നാളെ ഞാൻ ചെങ്ങനെ ജീവിച്ചിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് ചമ്പക്കുളത്ത് വള്ളങ്ങളില്ല. ഓ ഗായ്സ്, മഴ തുടങ്ങി കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയല്ലേ, ആ ലോറി ഇറങ്ങി വരുന്നുണ്ട്. എസി വണ്ടിയാ, സൂപ്പർ. അയ്യോ, ഇത് കണ്ടോ, അടിപൊളിയല്ലേ. ഇതുവരെ ഞാൻ ഈ സ്പോട്ടിൽ ഇവിടെ വന്നിട്ടേ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് വള്ളംകളി സമയത്ത് ടൈമിലെ കാര്യങ്ങളൊന്നും എനിക്കിവിടെ വരാൻ പറ്റിയിട്ടില്ല. ഇത് കിടക്കുന്നു പള്ളിയോടമല്ല, ചുണ്ടൻ കിടക്കുന്നതാണ്ടോ. നല്ല രസമുണ്ടല്ലേ ഇവിടുത്തെ വ്യൂ കാണാൻ, സൂപ്പറാണ്. ഇപ്പം നല്ലൊരു മഴച്ചാട്ടിലുണ്ട് കേട്ടോ. മിക്കവാറും എന്നെ റെയിൻകോട്ട് ഇടിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമ്മുടെ ഈ ആലപ്പുഴക്കാരുടെ ഏറ്റവും മെയിൻ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, ഇവർക്ക് ഭയങ്കര ഹോബി എന്നല്ല ഞാൻ ഉദ്ദേശിച്ച് ഭയങ്കര ആവേശം കേട്ടോ. ഇവർക്ക് മറ്റേ കുട്ടൻവള്ളം കളി. അടിപൊളി കേട്ടോ, ഇടുക്കന്നൊരു പാലം കേട്ടോ. ആ വൈശ്യം ഭാഗം കേട്ടോ, വൈശ്യം ഭാഗം എന്ന ഈ സ്ഥലപ്പേര്. എന്താ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ, നല്ല പാലം. ഇത് ടാറും കൂടി ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഈ പാലം. സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല. തെറ്റ് പാലം. താഴോട്ടൊക്കെ പോയിപ്പോ എങ്ങോട്ടൊക്കെ ചെല്ലുന്നതിന് ഒരു പോയിട്ടുണ്ടായിരുന്നല്ലേ. എന്തായാലും ഇറങ്ങി ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടും വഴിയുണ്ട്. ഇപ്പൊ ലെഫ്റ്റിലോട്ടുള്ള വഴി കാണുന്നില്ലല്ലോ. അപ്പൊ അവരപ്പോ അത് എതിലേ പോയി, റൈറ്റിൽ കൂടെ പോയോ? അപ്പൊ നമുക്ക് റൈറ്റിൽ കൂടെ നോക്കാമല്ലോ ഒന്ന്. കിടു മോനെ കിടു. കാരണം വണ്ടി ആ സ്പീഡിൽ ഓടിച്ചു വെച്ചാൽ കാറ്റിൻ്റെ ശബ്ദം ഉള്ളതുകൊണ്ട് ആർക്കും ഒരു കിണ്ടിയും കേൾക്കാൻ പറ്റത്തില്ല. ട്രാക്ടറൊക്കെ ഇട്ടേക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ട്രാക്ടറിൻ്റെ മറ്റേ റെൻ്റെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മിക്ക വീടുകളും കിടക്കുന്നുണ്ട്, 3-4 പിന്നെ അവരുടെ പാടത്തും എല്ലാം പണിയാനാണ്, അതും അറിയത്തില്ലല്ലോ. സൂപ്പർ സ്പോട്ടെ, ബൈക്ക് കയറ്റാൻ പറ്റുമോ? നമ്പി വയറിലിപ്പൂ
അടിപൊളി കേട്ടോ. ഞാനേ ചമ്പക്കുളത്ത് നിന്ന് തിരിഞ്ഞിട്ട് ആലപ്പുഴ ചാടാതെ നേരെ നമ്മൾ അമ്പലപ്പുഴയിൽ എത്തി കേട്ടോ. അങ്ങനെ ഇപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഇതാ അമ്പലപ്പുഴ ക്ഷേത്രം. വണ്ടി തിരിച്ച് നോക്കട്ടെ. ഇതാണ് ക്ഷേത്രം കേട്ടോ. ഇത് ക്ഷേത്രത്തിൻ്റെ കുളം. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തിട്ട് കയറിയിട്ടില്ല. ഇവിടെ നിന്ന് ഇനി മുണ്ടാക്കം പോകണം. ഈ റോഡെല്ലാം അഴുക്കായിരുന്നു കേട്ടോ. ഇപ്പോഴും ഈ റോഡെല്ലാം ശരിയായിരുന്നു. ഇതിലൂടെ നേരത്തെ വരുമ്പോൾ എന്തോ ഭ്രാന്തായിരുന്നു മനുഷ്യനായിരുന്നു. അങ്ങനെ വട്ടം കറങ്ങി ഞാൻ എൻ്റെ ഇവിടെ കരുമാടി എത്തിയായിരുന്നു. കരുമാടിലിവിടെ ഒരു കരുമാടിക്കുട്ടൻ്റെ ഒരു പ്രതിമ പോലൊരു സംഭവമുണ്ട്. നമുക്ക് അത് നോക്കാം. എനിക്ക് അതിനെക്കുറിച്ച് കരുമാടിക്കുട്ടൻ എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് കാര്യം അറിയത്തില്ല. എന്തോ ഐതിഹ്യമാണ്. ശ്രദ്ധിക്കുക നിർമ്മാണം റോഡ് നിർമ്മാണം നടത്തുക. നമ്മുടെ ഈ കരുമാടിക്കുട്ടൻ്റെ ഈ ഒരു പ്രതിമ കണ്ടിട്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബുദ്ധൻ്റെ ആണെന്നുള്ളത്. പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ബുദ്ധൻ്റെ തന്നെ ആയിരുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു സൈഡ് എങ്ങനെ പോയിട്ടുള്ളതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കേട്ടോ. ആ സ്തൂപം എല്ലാം കറക്റ്റ് ബുദ്ധിസ്റ്റിൻ്റെ കൂട്ട് തന്നെയാണ്. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഈ ബ്രിട്ടീഷ് കാലത്തുള്ള ആൾക്കാരൊക്കെ ആ യുദ്ധസമയത്ത് എങ്ങാണ്ട് പൊളിച്ചു കളഞ്ഞു അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്കിതിനെക്കുറിച്ച് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതായിരുന്നു.